ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ സ്പിരിച്വൽ ജേണിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരും എന്ന്. എന്തൊക്കെ തടസ്സംസാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജേണി ടു അവയർനെസ്സിനകത്ത്. അത് നമ്മുടെ ബാഹികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതേപോലെ നമ്മുടെ ബോഡീസിനകത്തും വരുന്ന പ്രശ്നമുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. നമ്മൾ ഈ സ്പിരിച്വൽ ജേണിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ആവും. ഈ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ജ്വാല അല്ലെങ്കിൽ നമ്മുടെ ഓറ കൂടാൻ തുടങ്ങും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ പണ്ടൊക്കെ മഴക്കാലത്ത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയിരുന്നു. പണ്ടൊക്കെ കാറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയിരുന്നു. അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ ഒക്കെ ഒരു കാലത്തിന് മുന്നേ നമ്മൾ മെഴുകുതിരിയോ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കോ കത്തിക്കുമായിരുന്നു. ഇത് കത്തിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ഈ ആമ്പാറ്റുകൾ എവിടെ നിന്നില്ലാണ്ട് ഈ ആമ്പാറ്റുകൾ പറന്നു വരും ഈ വെളിച്ചം കാണുന്നത്. ഇതേപോലെ നമ്മുടെ ഓറയുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പല നെഗറ്റീവ്സും നമ്മളിലോട്ട് വരും. എന്താ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആളുകളാണ്. കാരണം ചിലർക്ക് ഈ പറയുന്ന എനർജി ട്രാൻസ്ഫർ എടുക്കാൻ പറ്റും. നമ്മുടെ ഓറ അത് നമുക്ക് ഈ പറയുന്ന സംസാരിക്കുമ്പോഴോ ചാറ്റ് ചെയ്യുമ്പോഴോ പോലും നമ്മുടെ ഈ ഓറ പോകുന്നുണ്ട്. ഓക്കെ, ഞാനൊരു വീഡിയോ അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ പ്ലേ ചെയ്യാം. ഒരു റീലാണ് ആക്ച്വലി. അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം 100% ആണ്. 100% എന്ന് പറഞ്ഞാൽ 100% ആണ്. ഓക്കെ, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റീൽസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ റീല് മൊത്തം കാണുക നിങ്ങൾ. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. എനിക്കും പേഴ്സണലി അറിയാവുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് പുള്ളിയും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എന്നേലും വലിയ പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെപ്പോലെ ഒരു സാധാ മനുഷ്യനാണ്. പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. Avoid physically meeting people as much as possible. I avoid chatting, conversing with people, because it leads to aura destability. You have to protect your aura. Your aura and your asana, these two are the most important things in sadhana. You should not allow your aura to be protected and broken down by people who are not understanding their own karma. Then you will start taking in their karma, which leads you and weakens your own. അതുപോലെ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജസും കുറേ കോൾസും വരുമായിരുന്നു ഈ പറയുന്ന ആളുകളുടെ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ കുറേ പേർക്ക് അഡ്വൈസസ് ഒരു പോലും മേടിക്കാണ്ട് ഫ്രീ ആയിട്ട് അഡ്വൈസസ് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ ആ സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ആക്ച്വലി. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗ്രൗണ്ടിങ് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലം ഇല്ലാണ്ടായി തുടങ്ങി. മീൻസ് ഈ പറയുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നാട്ടിൽ നിന്നല്ല ഈ വീഡിയോ എടുക്കുന്നത്, ഞാൻ പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അതായത് ഞാൻ ഗൾഫിലാണ്, പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഗ്രൗണ്ടിങ് ചെയ്യാൻ പ്രോപ്പറായിട്ടൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടും എനിക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ ഈ പറയുന്ന പരിപാടി ക്ലോസ് ചെയ്യുന്നതാണ്. ഫോർ മൈ ഓൺ ബെറ്റർ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് പ്രേതബാധ, അതേപോലെ ഈ പറയുന്ന കൂടോത്രം, അഭിചാരം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന സൊല്യൂഷൻസ് അത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ല, ഈ പറഞ്ഞ സർപ്പദോഷമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു എനർജി റീഡറിൻ്റെ അടുത്തോട്ട് പോവുക. നല്ലൊരു എനർജി റീഡിങ് എടുക്കുക. നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളെ തന്നെ പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. കാരണം കുറേ ഒന്നറിയാത്ത ആൾക്കാരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ ഇതില്ല എങ്കിൽ ഞാനൊരാളുടെ നമ്പർ ഈ വീഡിയോയുടെ ഇതിനകത്ത് ഇപ്പോൾ പിൻ ചെയ്യാം. ആൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, നിങ്ങളുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫോട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ നാള്, പേര്, കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്താണ് നിങ്ങൾ അറിയാനോ ഉദ്ദേശിക്കുന്ന കാര്യം അതൊരു വോയിസ് അയച്ചു കൊടുക്കുക. ഇതിനൊരു പെയ്ഡ് സർവീസ് ആയിരിക്കുള്ളൂ. എത്രയാണ് പേ ചെയ്യണമെന്ന് അവർ പറയും. അത് പേയ്മെൻറ്റ് ഇട്ടുകൊടുത്താൽ മാത്രമേ അവർ നോക്കുകയുള്ളൂ നമ്മുടെ ചാർട്ട്. എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിലോട്ട് ഒരാൾ എത്തി നോക്കുക തന്നെ ഒരു കർമ്മമാണ്. അതിന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് അതിനേലും വലിയ കർമ്മമാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവൻ്റെ കർമ്മം ഒരാളും വലിച്ചെടുക്കാൻ നോക്കാറില്ല. അതിപ്പോൾ എത്ര വലിയ കൊടികുത്തിയ മന്ത്രവാദിയാൽ പോലും എടുക്കില്ല. അൺലെസ് ആൻഡ് അൺടിൽ അയാൾക്ക് ഊർജ്ജവിനിമയം ഉണ്ടാക്കണം. എങ്ങനെ ഊർജ്ജവിനിമയം ഉണ്ടാക്കണം? ഒന്നില്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സർവീസസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ലൈനിൽ ഞാൻ പറയുന്നതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ വേണ്ട,
എനിക്ക് സർവീസസ് കിട്ടിയാലും ഓക്കെയായിരുന്നു. അതായത് നിങ്ങൾ എൻ്റെ പേരിൽ ഒരു 101 രൂപയുടെ അന്നദാനത്തിനുള്ള കൗണ്ടർ കൊടുത്തു കഴിഞ്ഞാലും എനിക്കത് സർവീസസ് ആയിട്ട് എടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ എടുക്കുന്നില്ല ഇനി തുടങ്ങി. കാരണം പലരും വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട് ഇപ്പോഴും. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്നും കാര്യങ്ങൾ പറയും. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിലതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യില്ലായിരുന്നു ഇൻറ്റൻഷനലി. പക്ഷേ അതങ്ങനെ പ്രൊമോട്ട് ചെയ്തിരുന്നാണ് എനിക്ക് കിട്ടിയൊരു ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഈ പരിപാടി. ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾ ഞാനല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, വേറൊരാളാണ്, സോറി, അത് ഞാൻ പറയുന്നുണ്ട് ഇപ്പോഴേ. എനിക്ക് നിങ്ങളുടെ 10 രൂപ പോലും വേണ്ട, ഒറ്റ രൂപ പോലും വേണ്ട. ഓക്കെ, ഞാനൊരു സർവീസ് മാത്രമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്നിലൂടെ രക്ഷപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ പോവുക, അതെനിക്കും പുണ്യമാണ്. ചെയ്തിരുന്ന എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇതിൽ നിന്ന് എനിക്ക് 10 രൂപ പോലും കമ്മീഷൻ, ഒറ്റ രൂപ പോലും എനിക്ക് കമ്മീഷൻ കിട്ടുന്നില്ല. ഓക്കെ, അത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. കാരണം ആ കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് എനിക്കിപ്പോൾ ഒരു 10 രൂപ അതിൽ നിന്ന് കമ്മീഷൻ കിട്ടണമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലപ്പോൾ 100 രൂപ ഇറങ്ങിപ്പോകും. അതാണ് സ്പിരിച്വാലിറ്റിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാൻ അതിനകത്ത് സർവീസസ് കൊടുക്കുന്നില്ലെങ്കിൽ അതെനിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ്. എന്തിനാണ് നമ്മൾ ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ട് വേണ്ടാത്തടത്ത് പോയിട്ട് ചുണ്ണാമ്പ് വേക്കണ സ്വഭാവം വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പരിപാടീസ് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സാധനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. കാരണം എനിക്കതാണ് കുറച്ചും കൂടി താല്പര്യം. പലർക്കും ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ മെഡിറ്റേഷൻസിലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഉടനെ ഉത്തരം കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. കാരണം വർക്കിൽ കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ട് ഞാൻ പയ്യെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഡിലേസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ, അതായത് ജേണി ടു അവയർനെസ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ഈ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിരുന്നത്. കാരണം എനിക്ക് കുറച്ച് തിരക്കുണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് ഡെയിലി ഞാൻ ചിലപ്പോഴൊക്കെ വീഡിയോസൊക്കെ സ്കിപ്പായി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ക്ഷമിക്കണം. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.